പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ആനി. ഞാൻ ആലപ്പുഴയിലെ ചെത്തിയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മോൾ അതുല്യ. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സാക്ഷ്യം പറയുവാൻ വേണ്ടി നിൽക്കുന്നത്. ഞാൻ 2023 ഒക്ടോബർ 2 തീയതിയാണ് ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുവാനുണ്ടായ കാരണം എൻ്റെ മോൾക്ക് നട്ടെല്ലിന് താഴെ ഒരു തടിപ്പ് കാണപ്പെടുകയുണ്ടായി. അത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് MRI സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ വേര് ഒത്തിരി ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നും അത് മലദ്വാരം വരെ ആയിട്ടുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് മേജർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. 2024 ഏപ്രിൽ 12 തീയതി അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. 11 ദിവസം മോൾ ICUവിലായിരുന്നു. ഒന്ന് എഴുന്നേറ്റിരിക്കുവാനോ നടക്കുവാനോ നിവർന്ന് കിടക്കുവാനോ പോലും വയ്യാത്ത അവസ്ഥയിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അവൾ അനുഭവിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു. ബയോപ്സിയുടെ റിസൾട്ട് വരുമ്പോൾ അവൾക്ക് ഞങ്ങൾ ഭയപ്പെടുന്ന തരത്തിലുള്ള ഒരു അസുഖവുമായിരിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ബയോപ്സിയുടെ റിസൾട്ട് വന്നു. ബയോപ്സിയിൽ അവൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും അതേപോലത്തെ തടിപ്പ് ആ ഭാഗത്ത് കണ്ടു. എൻ്റെ മോള് മാനസികമായും ശാരീരികമായും ആകെ തകർന്നുപോയി. കാരണം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങിയതേ ഉള്ളൂ. ഞങ്ങളാകെ വിഷമിച്ചു. കൃപാസനത്തിൽ വന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സിലൂടെ അച്ഛൻ സൈത്ത് പൂശി അവളുടെ നട്ടലിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിൽ പോയി ഉടമ്പടി തൈലവും പുരട്ടിക്കൊടുക്കുകയും ഉടമ്പടി ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് അവിടെ ഒഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഒരാഴ്ച പോലും എടുത്തില്ല. ആ മുറിവ് പൂർണ്ണമായും കരിഞ്ഞ് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായതായിട്ട് പോലും അവിടെ കാണുന്നില്ല. അങ്ങനെ അതിൻ്റെ പേരിൽ പിന്നീട് ഹോസ്പിറ്റലിൽ എൻ്റെ മോളെ കൊണ്ടുപോകാൻ മാതാവ് ഇടവരുത്തിയില്ല. മാതാവ് പൂർണ്ണ സൗഖ്യം നൽകി അവളെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മോള് നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. ആന്ധ്രയിലാണ് പഠിക്കുന്നത്. അവിടെ വെച്ച് അവൾക്ക് കടുത്ത പനിയുണ്ടായി. 3 ദിവസം ആന്ധ്രയിൽ ആശുപത്രിയിലായിരുന്നു. ഞങ്ങൾ അവളെ പോയി അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവൾക്ക് തുടരെ മരുന്നുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ 3 മണിക്കൂർ ഇടവിട്ട് പനിയുടെ തീവ്രത വർദ്ധിക്കുകയാണ്. 104, 105 ഡിഗ്രി പനിയാണ്. ടെസ്റ്റുകൾ ചെയ്തപ്പോൾ അവൾക്ക് മഞ്ഞപ്പിത്തം ലിവറിനെ ബാധിച്ചു. ടൈഫോയിഡ് ഹൈ ലെവലായിരുന്നു. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. 7 ദിവസമായപ്പോൾ വണ്ടാനത്തെ ഡോക്ടർ വന്ന് ഞങ്ങളോട് പറഞ്ഞു, അവളുടെ സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ റെഫർ ചെയ്യുകയാണ്. നിങ്ങൾ ആംബുലൻസിൽ തന്നെ കൊച്ചിനെ അവിടെ എത്തിക്കണം. ഒട്ടും താമസിക്കരുത്, പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നു. അപ്പോൾ കൊച്ചു തീർത്തും സംസാരിക്കുവാൻ പോലും ആവതില്ലാതെ